ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ. എത്രാമത്തെയാണ്? അഞ്ചാമത്തെ. ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ. ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന അതിസങ്കീർണമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് കൊച്ചിയിലാണ്. ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന അതിസങ്കീർണമായ സാങ്കേതിക വിദ്യ. അപ്പോൾ എന്താണ് അതിസങ്കീർണമായ സാങ്കേതിക വിദ്യ എന്ന് പറയാൻ കാരണം? നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്നതാണ് ഹൈഡ്രജൻ നല്ലൊരു ഇന്ധനമാണ് അല്ലേ. നല്ലൊരു ഇന്ധനമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ഫോടന സ്വഭാവമുണ്ട്. ഹൈഡ്രജന് സ്ഫോടന സ്വഭാവമുണ്ട്. അപ്പോൾ ആ ഒരു സ്ഫോടന സ്വഭാവം കുറച്ചുകൊണ്ടുവന്ന് അതിനെ എതിർക്കാനുള്ള, അതിനെ ചെറുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? ഹൈഡ്രജനെ ഒരു ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ട്രെയിനുകളിൽ ഉപയോഗിക്കാൻ പോകുന്ന അഞ്ചാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ അത് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിസങ്കീർണമായ സാങ്കേതിക വിദ്യ വേണം. അത് വികസിപ്പിക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് അത് വികസിപ്പിച്ചത്. ഹൈഡ്രജൻ അതിമർദ്ദത്തിൽ സംഭരിച്ച് അപകടരഹിതമായി നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പിന്നിൽ അമേരിക്കയിലെ ഫ്ലൂയിട്രോൺ കമ്പനിയുടെ കൊച്ചി ശാഖയാണ്. അപ്പോൾ അമേരിക്കൻ കമ്പനിയായ ഫ്ലൂയിട്രോണിന്റെ കൊച്ചി ശാഖയിലാണ് എന്താണ് ഹൈഡ്രജൻ അതിമർദ്ദത്തിൽ സംഭരിച്ച് അപകടരഹിതമായി നിറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ചെയ്തിരിക്കുന്നത്. കോയമ്പത്തൂർ ചാവടിയിലെ പ്ലാന്റിൽ നിന്നുള്ള കംപ്രഷൻ സിസ്റ്റം, ഡിസ്പെൻസർ സിസ്റ്റം എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി. അപ്പോൾ കംപ്രഷൻ സിസ്റ്റവും ഡിസ്പെൻസർ സിസ്റ്റവും നിർമ്മിച്ചിരിക്കുന്നത് കോയമ്പത്തൂരിലാണ്. പെൻസിൽവാനിയയിലെ ഫ്ലൂയിട്രോൺ ആസ്ഥാനത്ത് നിന്നാണ് കംപ്രസർ കൊണ്ടുവന്നത്. അപ്പൊ കംപ്രസർ കൊണ്ടുവന്നിരിക്കുന്നത് പെൻസിൽവാനിയയിലെ ഫ്ലൂയിട്രോണിന്റെ ആസ്ഥാനത്ത് നിന്നാണ്. കോട്ടയം പുതുപ്പള്ളി സ്വദേശിയും അമേരിക്കയിൽ 2 പതിറ്റാണ്ടിലേറെ ഹൈഡ്രജൻ ഇന്ധന മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന തോമസ് ജോസഫാണ് ഫ്ലൂയിട്രോണിന്റെ ചീഫ് ഇന്നൊവേഷൻ ഓഫീസർ. ആരാണ്? തോമസ് ജോസഫ്. അപ്പോൾ ഒരു മലയാളിയുണ്ട്, തോമസ് ജോസഫാണ് ഫ്ലൂയിട്രോണിന്റെ ചീഫ് ഇന്നൊവേഷൻ ഓഫീസർ. സ്പെയിനിലെ H2B2 കമ്പനിയുടെ ഇന്ത്യൻ സംരംഭമായ ഗ്രീനെച്ച് ആണ് ഹൈഡ്രജൻ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നത്. സ്പെയിനിലെ H2B2 കമ്പനിയുടെ ഇന്ത്യൻ സംരംഭമാണ് ഗ്രീനെച്ച്. അപ്പൊ ഈ ഗ്രീനെച്ച് ആണ് ഹൈഡ്രജൻ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുക. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഇലക്ട്രോലൈസറിൽ വേർതിരിച്ചെടുക്കുന്ന ഹൈഡ്രജൻ ഫ്ലൂയിട്രോണിന്റെ കംപ്രസ് ചെയ്യും. ഹരിയാനയിലെ ജിന്ദ് സോനിപത് സെക്ടറിൽ 90 കിലോമീറ്റർ ദൂരത്തിൽ ജനുവരിയിലാണ് ഹൈഡ്രജൻ ട്രെയിനിന്റെ ഉദ്ഘാടനം നടക്കുക. അപ്പൊ ഹരിയാനയിലാണ് നമ്മുടെ ഹൈഡ്രജൻ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ജിന്ദ് സോനിപത്ത് സെക്ടറിൽ 90 കിലോമീറ്റർ ദൂരത്തിലാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഓംചേരി NN പിള്ള അന്തരിച്ചു. അപ്പൊ നമ്മൾ കുഞ്ഞിലെ കേൾക്കുന്നതാണ് ഓംചേരി എന്നറിയപ്പെടുന്നത് ആര്? NN പിള്ള. അപ്പോൾ ഓംചേരി NN പിള്ള അന്തരിച്ചു. നാടകകൃത്തും എഴുത്തുകാരനുമായ ഓംചേരി നാരായണ പിള്ള അന്തരിച്ചു. 1924 ഫെബ്രുവരി 1 പി നാരായണപിള്ള ഓംചേരിയുടെയും പാപ്പിക്കുട്ടി അമ്മയുടെയും മകനായി വൈക്കത്താണ് ഓംചേരി NN പിള്ള ജനിച്ചത്. അപ്പോൾ ഓംചേരി NN പിള്ള ജനിച്ചത് എവിടെയാണ്? വൈക്കത്താണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അന്തരിച്ച ലീല ഓംചേരി. 1951 ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ചേർന്ന് ആകാശവാണിയിൽ മലയാളം വാർത്താ വിഭാഗം മേധാവിയായി ഡൽഹിയിലെത്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ അടക്കമുള്ള പദവികൾ വഹിച്ച വ്യക്തിയാണ് ഓംചേരി NN പിള്ള. എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ പദവിയൊക്കെ വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് നമ്മുടെ ഓംചേരി NN പിള്ള. വിരമിച്ച ശേഷം ലോക ബാങ്ക്, യുനെസ്കോ എന്നിവയുടെ ഉപദേഷ്ടാവ്, ഭാരതീയ വിദ്യാഭവൻ ഡയറക്ടർ തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. നാടകങ്ങൾക്ക് നിരവധി അവാർഡുകൾ ലഭിച്ചു. ആകസ്മികം ഓംചേരിയുടെ ഓർമ്മക്കുറിപ്പുകൾ. എന്താണ്? ആകസ്മികം ഓംചേരിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ആത്മകഥയ്ക്ക് 2020 കേന്ദ്ര സാഹിത്യ അവാർഡ് അടക്കം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓംചേരി NN പിള്ളയുടെ ആത്മകഥ ഏതാണ്? ആകസ്മികം ഓംചേരിയുടെ കുറിപ്പുകൾ. ആകസ്മികം ഓംചേരിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്നതാണ് ഓംചേരി NN പിള്ളയുടെ ആത്മകഥ. ഇതിന് 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മുനമ്പം വഖഫ് ഭൂമി പ്രശ്ന പരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷൻ. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമായിരുന്നു, നമ്മുടെ മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെയാണ് നിയമിച്ചിരിക്കുന്നത്.
മുനമ്പം വഖഫ് പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സർക്കാർ. ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലാണ് കമ്മീഷൻ. അപ്പൊ ഈ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? CN രാമചന്ദ്രൻ നായർ. അപ്പോ മുനമ്പം വഖഫ് ഭൂമി പ്രശ്ന പരിഹാരത്തിന് സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? CN രാമചന്ദ്രൻ നായർ. എൻക്വയറി കമ്മീഷൻ ആക്ട് വഴിയാണ് ഈ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. ഏതാണ്? എൻക്വയറി കമ്മീഷൻ ആക്ട്. എൻക്വയറി കമ്മീഷൻ ആക്ട് വഴിയാണ് ഈ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുനമ്പത്ത് താമസിക്കുന്ന രേഖകളുള്ള ഒരാളെയും കുടിയൊഴിപ്പിക്കില്ല. അവരുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ സർക്കാർ എടുത്തിട്ടുണ്ട്. അപ്പൊ 3 മാസം കൊണ്ട് ഈ കമ്മീഷൻ അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെസ്റ്റപ്പൻ ആരാണ്? വെസ്റ്റപ്പൻ നോക്കാം. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക കിരീടം നിലനിർത്തി റെഡ് ബുള്ളിന്റെ മാക്സ് വെസ്റ്റപ്പൻ. ആരാണ്? റെഡ് ബുള്ളിന്റെ മാക്സ് വെസ്റ്റപ്പൻ ലോക ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക റെക്കോർഡ് പിന്നെയും നിലനിർത്തിയിരിക്കുകയാണ്. തുടർച്ചയായി 4ാം തവണയാണ് ഡച്ച് ഡ്രൈവർ കപ്പിൽ മുത്തമിടുന്നത്. അപ്പോൾ ഒരു ഡച്ച് യുവാവാണ് നമ്മുടെ മാക്സ് വെസ്റ്റപ്പൻ എന്നുകൂടി ഓർത്തിരിക്കുക. ലാസ് വേഗാസ് ഗ്രാൻഡ് പ്രിയിൽ 5ാം സ്ഥാനം നേടിയതുവഴി 10 പോയിന്റ് ലഭിച്ചതോടെയാണ് നമ്മുടെ വെസ്റ്റപ്പൻ കിരീടം ഉറപ്പിച്ചത്. അപ്പോൾ ഓർത്തിരിക്കുക, ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക കിരീടം നിലനിർത്തിയിരിക്കുകയാണ് മാക്സ് വെസ്റ്റപ്പൻ. റെഡ് ബുള്ളിന്റെ മാക്സ് വെസ്റ്റപ്പൻ എന്ന് തന്നെ പഠിച്ചിരിക്കുക. ചരിത്രത്തിൽ ഏറ്റവും ലോക കിരീടം നേടിയവരുടെ പട്ടികയിൽ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് വെസ്റ്റപ്പൻ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലോക കിരീടം നേടിയവരുടെ പട്ടികയിൽ 3ാം സ്ഥാനത്ത് എത്താനും നമ്മുടെ വെസ്റ്റപ്പന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 1ാം സ്ഥാനത്തുള്ളവരൊക്കെ ആരൊക്കെയാണെന്ന് നോക്കാം. 7 കിരീടങ്ങളുമായി ജർമ്മനിയുടെ മൈക്കൽ ഷൂമാക്കറും ബ്രിട്ടന്റെ ലൂയി ഹാമിൽട്ടണുമാണ് ഒന്നാമത്. അപ്പോൾ ആരാണ്? 2 പേരാണ് ഒന്നാമതുള്ളത്. 7 കിരീടങ്ങളുമായി ജർമ്മനിയുടെ മൈക്കൽ ഷൂമാക്കറും ബ്രിട്ടന്റെ ലൂയി ഹാമിൽട്ടണും. അപ്പൊ ഈ പേരൊക്കെ ഓർത്തിരിക്കുക. ഇവര് ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവരെന്താണ്? ഇവര് ഫോർമുല 1 കാറോട്ട മത്സരക്കാരാണ്. ആരൊക്കെ? മൈക്കൽ ഷൂമാക്കറും ലൂയി ഹാമിൽട്ടണും. ജർമ്മൻ താരമാണ് മൈക്കൽ ഷൂമാക്കർ, ബ്രിട്ടീഷ് താരമാണ് ലൂയി ഹാമിൽട്ടൺ. ഫയൽ കാണാതാകുന്നത് ക്രിമിനൽ കുറ്റം. വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ നമ്മൾ വിവരാവകാശ കമ്മീഷൻ പ്രകാരം ഒരു ഫയൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വിവരം നമുക്ക് ലഭിക്കുന്നു. എന്താണ് ആ വിവരം? ഫയൽ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഫയൽ കാണാതാവുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാകുന്നത് ക്രിമിനൽ കുറ്റമെന്ന് വിവരാവകാശ കമ്മീഷൻ. പൊതുരേഖാ നിയമം അനുസരിച്ച് 5 വർഷം വരെ തടവും 10,000 രൂപ മുതൽ പിഴയും ലഭിക്കാവുന്ന ശിക്ഷയാണിതെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം പറഞ്ഞു. അപ്പോൾ നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഡോക്ടർ A. അബ്ദുൽ ഹക്കീമാണ്. മണിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഫയൽ കാണാത്തതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. ഈ ഫയൽ 14 ദിവസത്തിനകം കണ്ടെത്തണമെന്നും ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സസ്പെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമുക്ക് വിവരാവകാശ നിയമത്തിൽ ഒന്നും കൂടെ ആഡ് ചെയ്യുക. ഫയൽ കാണാതാകുന്നത് എന്താണ്? ക്രിമിനൽ കുറ്റമായിട്ട് വന്നിരിക്കുകയാണ്. സാംസങ്ങിൽ വനിതാ CEO. അപ്പോൾ സാംസങ്ങിൽ വനിതാ CEO വന്നിരിക്കുന്നു. നോക്കാം. ദക്ഷിണ കൊറിയയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ സാംസങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി വനിതാ CEO. അപ്പൊ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് സാംസങ്ങിൽ വനിതാ CEO വരുന്നത്. ദക്ഷിണ കൊറിയയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ സാംസങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി വനിതാ CEO. ഗ്രൂപ്പ് കമ്പനിയായ സാംസങ് ബയോപിസ് കമ്പനിയുടെ CEOയും പ്രസിഡന്റുമായി കിം ചുങ്ങിനെയാണ് നിയമിച്ചത്. ആരാണ് ഈ ആദ്യത്തെ CEO ആയി വരുന്ന വനിത? കിം ചുങ്ങിനെയാണ് നിയമിച്ചത്. 86 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ടാണ് സ്ഥാപക കുടുംബത്തിന് പുറത്തു നിന്നൊരാൾ സാംസങ് ഗ്രൂപ്പ് കമ്പനികളുടെ CEO പദവിയിൽ എത്തുന്നത്. അപ്പോൾ 86 വർഷത്തെ ചരിത്രത്തിനൊടുവിൽ ഇവർ ആദ്യമായിട്ടാണ് അവരുടെ സ്ഥാപക കുടുംബത്തിന്റെ പുറത്തു നിന്നൊരാളെ അവരുടെ ഗ്രൂപ്പിന്റെ CEO ആക്കി നിയമിക്കുന്നത്. അടുത്ത നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകാം. US നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ
ഡയറക്ടറായി, അതായത് NIH നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി നിയുക്ത പ്രസിഡന്റ്, അടുത്ത ജനുവരി 20 പ്രസിഡന്റ് ആകാൻ പോകുന്ന നമ്മുടെ ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ജയ് ഭട്ടാചാര്യ. ആരാണ്? ജയ് ഭട്ടാചാര്യ. ജയ് ഭട്ടാചാര്യയാണ് US-ലെ നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത ഡയറക്ടറായി ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തത്. ഗുസ്തി താരം ബജ്റംഗ് പൂനിയയ്ക്ക് 4 വർഷത്തെ വിലക്കേർപ്പെടുത്തി. അപ്പൊ എന്താണ്? ഉത്തേജക മരുന്ന് കുത്തിവെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ബജ്റംഗ് പൂനിയ കൊടുത്തില്ല. അത് പ്രശ്നമാക്കിയാണ് താരത്തിന് 4 വർഷത്തെ വിലക്കേർപ്പെടുത്തിയത്. പരിശീലകനായിട്ടും മത്സരത്തിൽ പങ്കെടുക്കുവാനും ഒന്നിനും കഴിയാത്ത വിലക്കാണ് 4 വർഷത്തേക്ക് ബജ്റംഗ് പൂനിയയ്ക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ബജ്റംഗ് പൂനിയ ഗുസ്തി താരമാണെന്ന് ഓർക്കുക. അപ്പോൾ അടുത്തിടെ വിലക്കേർപ്പെടുത്തിയ ഗുസ്തി താരം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബജ്റംഗ് പൂനിയയാണ്. മറ്റൊരു ഭാഷയിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന വോയിസ് ക്ലോണിംഗ് കൊണ്ടുവന്നത് മൈക്രോസോഫ്റ്റ്. അപ്പൊ എന്താണ്? മറ്റൊരു ഭാഷയിൽ തങ്ങളുടെ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന വോയിസ് ക്ലോണിംഗ് കൊണ്ടുവന്നത് മൈക്രോസോഫ്റ്റ് ആണ്. എന്താണ് വോയിസ് ക്ലോണിംഗ്? നമുക്ക് ഒരു കമ്പനി മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാം. അതിനെന്ത് ചെയ്യുന്നു? നമ്മുടെ അതേ സൗണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതേ സൗണ്ട് തന്നെ AI സഹായത്തോടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് വോയിസ് ക്ലോണിംഗ്. അപ്പോൾ ഈ വോയിസ് ക്ലോണിംഗ് കൊണ്ടുവന്നിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ഡിജിറ്റൽ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആകുന്നത് ആരാണ്? ഡോക്ടർ സിസ തോമസ്. ഡോക്ടർ സിസ തോമസ് ആണ് ഡിജിറ്റൽ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതരാകുന്നത്. സംസ്ഥാന സാങ്കേതിക സർവകലാശാല KTU വൈസ് ചാൻസലറായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച വ്യക്തി ഡോക്ടർ K ശിവപ്രസാദ്. അടുത്തത് എന്താണ്? സംസ്ഥാന സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ. ഇത് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ്. സംസ്ഥാന സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ KTU വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ K ശിവപ്രസാദ്. ഡോക്ടർ K ശിവപ്രസാദ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ ആനുകാലിക വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്